64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഔദ്യോഗികമായ തുടക്കം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ NSK ഉമേഷ് പതാക ഉയർത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. തൃശൂരിൽ കലയുടെ മാമാങ്കത്തിന്റെ കൊടിയുയരുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് IAS ആണ് ഇപ്പോൾ പതാക ഉയർത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ കലയുടെ കൊടിയേറ്റം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി വേദികളിൽ നിന്നുള്ള ദൃശ്യങ്ങളും കാഴ്ചകളും പൊലിമയും ഒക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. പാണ്ടിമേളമുണ്ട്. തൃശ്ശൂര് മേള നഗരിയാണ്. അതുകൊണ്ട് മേളപ്പെരുമയോടെ മേളപ്പൊലിമയോട് കൂടിയാണ് കലോത്സവം കൊടിയേറുന്നത്, അല്ലേ ജെയ്സൺ? തീർച്ചയായും കുമാർ, ഇപ്പോൾ അല്പം മുമ്പാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് IAS പതാക ഉയർത്തിയിരിക്കുന്നത്. അതോടുകൂടി കലോത്സവത്തിന് ഔപചാരികമായി തുടക്കമാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ ചടങ്ങ് എന്ന് പറയുന്നത് ഇപ്പോൾ പാണ്ടിമേളം അരങ്ങേറുകയാണ്. തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേളമായ ഇലഞ്ഞിത്തറ മേളത്തിലെ ക്ഷേത്രത്തിന് പുറത്ത് പാണ്ടി കൊട്ടുന്നു. ഈ പാണ്ടിക്ക് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളിലെ പ്രമാണിമാരാണ് നേതൃത്വം നൽകുന്നത്. അതായത് തൃശ്ശൂർ ഈ കലോത്സവത്തെ പൂർണ്ണമായും വരവേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ സാംസ്കാരികമായ പാരമ്പര്യം, ചരിത്രപരമായ എല്ലാ കാര്യവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വലിയ ആഘോഷത്തോടു കൂടി ഈ കലോത്സവത്തെ വരവേൽക്കുന്നു. അതിൻ്റെ തുടക്കം കുറിക്കുകയാണ് സത്യത്തിൽ. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കലാകാരന്മാരൊക്കെ തന്നെ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. കിഴക്കോട്ട് അനിയന്മാരുണ്ട്. നമസ്കാരം. അപ്പോൾ ഈ വലിയൊരു ആഘോഷത്തിന് തുടക്കം പോകുന്നു. എല്ലാവരും കൊണ്ട് ഭരണകൂടം പ്രാപിക്കുന്നു. ഇത് വലിയൊരു കുട്ടികളുടെ വലിയൊരു കലോത്സവമാണ്, കൂട്ടായ്മയാണ്, അവരുടെ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നതാണ്. അവർക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? ഇത് അവർക്ക് ഏറ്റവും ഭാവിയിലേക്ക് ഉതകുന്ന ഒരു കാര്യമാണ്. ഈ മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും അല്ലെങ്കിൽ എല്ലാ കലാകാരന്മാരും ഒരുപക്ഷെ നാളത്തെ ലോകത്തിൽ അറിയപ്പെടുന്ന കലാകാരന്മാരായി വളരുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വലിയൊരു ആഘോഷത്തിനാണ് തുടക്കമാവുന്നത്. ഇതിലൊരു പങ്കാളിയാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി കുട്ടികൾക്ക് പ്രചോദനമാകുന്നു. ഇങ്ങനെയുള്ളൊരു വേദിയിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മുടെ കലാകാരന്മാരെ സംബന്ധിച്ച് വലിയൊരു പ്രചോദനമാണ്. ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ. അവർക്ക് ഭാവിയിൽ എല്ലാവിധ ആശംസകളും. അപ്പോൾ ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ മേളം ആരംഭിക്കാൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കും. 100-ലധികം കലാകാരന്മാർ ഇത്തരത്തിലൊരു മേളപ്പെരുക്കത്തിന് സമയമാകുമ്പോഴേക്കും ജെയ്സൺ തിരികെ വരാം.